കാർഗിൽ സ്മരണയിൽ രാഷ്ട്രം. ശത്രുവിനുമേൽ കാർഗിൽ കുന്നുകളിൽ ഭാരതം ഐതിഹാസിക വിജയം നേടിയിട്ട് നാളെ 26 ആണ്ടാകുന്നു. 2 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഇന്ന് ദ്രാസിൽ തുടക്കമാകും. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കേന്ദ്ര മന്ത്രിമാരും പങ്കെടുക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, കാർഗിൽ സ്മരണയിലൂടെ രാഷ്ട്രം കടന്നുപോകുമ്പോൾ ശത്രുവിനുമേൽ കാർഗിൽ കുന്നുകളിൽ ഭാരതം നേടിയ ആ ഐതിഹാസിക വിജയത്തിന് നാളെ 26 ആണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെ ഓർത്തെടുക്കാം? രോഹിണി, കാർഗിലിൽ ഭാരതത്തിൻ്റെ സേന നേടിയിട്ടുള്ള ഐതിഹാസികമായ വിജയം, അതിന് 26 വയസ്സ് തികയുകയാണ്. അതിൻ്റെ ഓർമ്മയിൽ, സ്മരണയിൽ രാജ്യം നാളെ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കും. അതിൻ്റെ ഭാഗമായി 2 ദിവസത്തെ പരിപാടികളാണ് കാർഗിൽ വിജയ് സ്മാരകത്തിൽ, ദ്രാസിലെ വിജയ് സ്മാരകത്തിലും ഒരുക്കിയിട്ടുള്ളത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൂടാതെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. അവിടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയിട്ടുള്ള ധീരന്മാരായിട്ടുള്ള ജവാന്മാരെ ആദരിക്കും, അല്ലെങ്കിൽ അവിടെ ഓർമ്മിക്കും. അതിനുശേഷം വിവിധ രീതിയിലുള്ള സാംസ്കാരിക പരിപാടികൾ, രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന സാംസ്കാരിക പരിപാടികളുണ്ട്. വിജയ് ദിവസിൻ്റെ ഭാഗമായി കാർഗിൽ ധീര സേനാനികളെ ആദരിക്കുന്ന പരിപാടികളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുമായുള്ള സംവാദം, അത്തരത്തിൽ വിവിധ പരിപാടികളാണ്, 2 ദിവസത്തെ പരിപാടികളാണ് കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട ഒരുക്കിയിട്ടുള്ളത്. 1999 മെയ് മാസം ആദ്യ വാരത്തിലാണ് കാർഗിൽ കുന്നുകളിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം ഭീകരവാദികളാണ് എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാൻ സൈന്യം നടത്തിയിട്ടുള്ള, ചതിയിലൂടെ നടത്തിയിട്ടുള്ള നുഴഞ്ഞുകയറ്റവും അതിനെതിരെ ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ വിജയ്, വ്യോമസേനയുടെ പിൻബലത്തിൽ കരസേന നടത്തിയിട്ടുള്ള തിരിച്ചടിയിൽ കാർഗിലിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. ഏറ്റവും ഒടുവിൽ ടൈഗർ ഹിൽസിലും രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിച്ചുകൊണ്ട് ഓപ്പറേഷൻ വിജയിൻ്റെയും പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ട് ഓപ്പറേഷൻ വിജയുടെ വിജയം ഭാരതത്തിൻ്റെ സൈന്യം പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ 520-ലധികം ധീര സൈനികരെയാണ് നഷ്ടമായിട്ടുള്ളത്. 99 ഫെബ്രുവരിയിൽ അന്ന് അയൽ രാജ്യവുമായി യുദ്ധമല്ല സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി ലാഹോറിലേക്ക് നടത്തിയിട്ടുള്ള ബസ് യാത്ര, ലാഹോർ ഉടമ്പടി, അത്തരത്തിൽ ഒരു സമാധാനം പാകിസ്ഥാനുമായി മുൻപോട്ട് കൊണ്ടുപോകാൻ, അയൽ രാജ്യവുമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഭാരതം നടത്തിയെങ്കിലും ചതിയിലൂടെ നുഴഞ്ഞു കയറിക്കൊണ്ട് കാർഗിൽ മേഖല, അന്ന് ലഡാക്ക് ആ പ്രദേശം പിടിച്ചടക്കാനും ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്കുള്ള ദേശീയപാത പിടിച്ചടക്കിക്കൊണ്ട് ആ പ്രദേശത്തെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനുള്ളൊരു ഓപ്പറേഷനായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഓപ്പറേഷൻ വിജയ് കാർഗിൽ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തിയെന്ന് മാത്രമല്ല, അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാൻ മേഖലയിലേക്ക് പോലും ഭാരതത്തിൻ്റെ സൈന്യം എത്തും എന്ന ഘട്ടമെത്തിയപ്പോഴാണ് അമേരിക്കയെ ഇടപെടുത്തിക്കൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പാകിസ്ഥാൻ മേഖലയിലേക്ക് ഭാരതത്തിൻ്റെ സൈന്യം എത്താതിരിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ്റെ ഭരണകൂടം നടത്തിയത്. അന്ന് ഭാരതത്തിൻ്റെ ചുണക്കുട്ടികളായിട്ടുള്ള ധീരരായ സൈന്യത്തിൻ്റെയും വീര്യത്തോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് അന്നത്തെ ഭരണാധികാരി, പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും കൃത്യമായിട്ടുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും പാകിസ്ഥാന് വിട്ടു നൽകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ, അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പാക് സൈന്യത്തെയും അല്ലെങ്കിൽ പാക് സൈനികനെയും തുരത്തിയിട്ട് മാത്രമേ ഓപ്പറേഷൻ വിജയ് അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സൈന്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ പേരും നമുക്ക് ഈ കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിൽ ആ സ്മരണയിൽ ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ 47-ലെയും 71-ലെയും യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യവും ഭീകരരും ചേർന്നുകൊണ്ട് ചതിയിലൂടെ കാർഗിൽ മേഖല പിടിച്ചടക്കാനുള്ള ശ്രമത്തിന് ഭാരതത്തിൻ്റെ സൈന്യം നൽകിയിട്ടുള്ള തിരിച്ചടിയാണ് ഓപ്പറേഷൻ വിജയ്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപ്റ്റൻ വിക്രം ബത്ര, കൂടാതെ കോഴിക്കോട് സ്വദേശി ക്യാപ്റ്റൻ വിക്രം തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ ധീരരായിട്ടുള്ള, രാജ്യത്തിന് വേണ്ടി, ഭാരതാംബയ്ക്ക് വേണ്ടി അന്ന് അവിടെ ജീവൻ ബലി നൽകേണ്ടി വന്നു. അത്രയധികം സൈനികരുടെ ജീവൻ നൽകിക്കൊണ്ടാണ് ആ ഭൂപ്രദേശം, ഭാരതത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ഓപ്പറേഷൻ വിജയ് ആ വിജയത്തിലേക്ക് എത്തിക്കുകയും ടൈഗർ ഹിൽസിൽ ഭാരതം ത്രിവർണ്ണ പതാക പാറിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്മരണയിലൂടെ കടന്നു പോകുമ്പോൾ നാളെ ജൂലൈ 26-ന് ആ ഓപ്പറേഷൻ വിജയ്
പൂർണ്ണതയിലേക്ക് എത്തുകയും കാർഗിൽ വിജയ് ദിവസ് പ്രഖ്യാപിച്ചിട്ട് അല്ലെങ്കിൽ ആ വിജയം നേടിയിട്ട് 26 വയസ്സ് തികയുമ്പോഴാണ് 2 ദിവസത്തെ സ്മരണ പരിപാടികൾ കാർഗിൽ വിജയ സ്മാരകത്തിലും ഒപ്പം നാളെ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിനോട് സമീപം സൈനികർക്കുള്ള ആദരം പ്രധാനമന്ത്രി ഉൾപ്പെടെ അർപ്പിക്കും എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.